ലാലേട്ടനെ ഒപ്പത്തിൽ കാണുന്നു. ഇപ്പോൾ മരക്കാറിൽ നാഷണൽ അവാർഡ് വരെ കിട്ടുന്ന കോസ്റ്റ്യൂം ചെയ്യുന്നു, വാലിബലിൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ കണ്ടെങ്കിൽ ഇപ്പോൾ ബ്രോഡാടി പോലെ വേറൊരു ജോണറിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ലാലേട്ടനെ അവതരിപ്പിക്കുന്നു. എങ്കിലും ഇപ്പോൾ ഡ്രസ്സുമായിട്ട് ചെല്ലുമ്പോൾ ഇപ്പോഴും ഒരു ആശങ്കയുണ്ടോ, ഇതെങ്ങനെ പുള്ളി എടുക്കും എന്നുള്ളത്? ഐ തിങ്ക് ഏത് സിനിമയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമുണ്ട്. ആ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്നത് എന്നും അതേ ഫീലിംഗ് തന്നെയാണ്. നമുക്ക് എന്നും ഒരു പേടിയും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടാവും ഇന്ന് പണ്ടത്തെക്കാളും. ഇപ്പം ലാൽ സാറിൻ്റെ കേസിൽ അന്നൊന്നും ലാൽ സാറിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് പേഴ്സൺ ടു ഗോ ടു എന്ന് പറയുന്നത് ലാൽ സാർ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതികരണം എന്നുള്ളത് ചില ആൾക്കാരിലൊക്കെ നമുക്ക് പെട്ടെന്നായിരിക്കും അല്ലേ, പെട്ടെന്ന് പ്രതികരിക്കുക. ചിലപ്പോൾ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എന്തും. ലാൽ സാർ ഭയങ്കര സെറ്റിലായിട്ടുള്ള പേഴ്സണാണ്. അതായത് എന്ത് കാര്യത്തിനെയും ഭയങ്കര മനസ്സമാധാനത്തോടുകൂടി കേൾക്കുകയും അല്ലെങ്കിൽ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചേഞ്ചസ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു കുറച്ച് കാംനെസ് ഉണ്ട്. അപ്പം നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഇപ്പം നമ്മളൊരിക്കലും എന്താ പറയുക മറ്റുള്ള ആൾക്കാർ മോശക്കാരാന്നല്ല പറയുന്നത്. ആ ഒരു റിയാക്ഷൻസൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ്. ഇനി മോശമാണെങ്കിൽ പോലും അതിനെ ചോദിച്ചറിയുന്നതിലൊക്കെ ഒരു ഭയങ്കര രസമുണ്ട്. എന്താ മോനെ ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ അറിയുന്നത്. അപ്പം ചില സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര കോഷ്യസ് ആണ് അവരെ പറ്റി തന്നെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നമ്മളൊരു കോസ്റ്റ്യൂം കൊണ്ടുപോകുന്നു, അയ്യോ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നിടത്തൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ട് ടോട്ടലി ഡൗൺ ആയി പോകുന്ന ആക്ടേഴ്സൊക്കെ ഉണ്ട്. ബിക്കോസ് സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളൊരു സെർട്ടൻ ഒരു സമയത്തിനുള്ളിലേക്ക് കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചില സമയത്ത് അത് ബാക്ക് ഫയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സട്ടിൽനെസ് ഉണ്ട്. അതായത് എന്ത് വന്നാലും ഇനിയിപ്പോൾ ഇന്ന് എന്തൊക്കെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പോലും അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നത് ഭയങ്കര ഏറ്റവും കാം ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ പേടികൾ നമുക്ക് ലാൽ സാറല്ലേ, അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. ബട്ട് മേക്ക് ഷുവർ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഈ ബ്രോഡാഡിയിലെ കളർഫുൾനെസ് കാണുന്ന സമയത്ത് ഇപ്പൊ ലാലേട്ടനും വന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലോ, ഈ നിൽക്കുന്ന സമയത്തൊക്കെ തോന്നുമ്പോൾ ഒരു എന്തോ ഒരു പുതിയ കളറാണല്ലോ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഭയങ്കര ഒഴുക്കോട് കൂടിയ രസമുള്ള സാധനങ്ങൾ. അത് പുള്ളിയുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഷൂട്ടിന്റെ സമയത്ത്? പക്ഷെ എപ്പോഴും സിനിമയിൽ ആൾക്കാർ ഒരു ബിൽട്ടപ്പ് ഉണ്ടല്ലോ, അതായത് ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റും എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ട്രൈ ചെയ്യാറുള്ളത് അതിനെ എത്ര സിമ്പിളാക്കാൻ പറ്റുന്നതാണ്. സിമ്പിളാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയിരുത്താം, അല്ലെങ്കിൽ നമുക്കൊരു വേറെ രീതിയിൽ പഞ്ച് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പോൾ ലാൽ സാർ എനിക്ക് തോന്നുന്നു ബ്രോഡാഡിയുടെ സമയത്തൊക്കെ കുറച്ച് നമുക്ക് എന്ത് രീതിയിൽ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് ലാൽ സാർ കുറച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായി പോകുമ്പം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറവായിരിക്കുമെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ മേ ബി പ്രോബ്ലി നമ്മൾ ആദ്യത്തെ ഒരു കുർത്ത അദ്ദേഹം ഇട്ട് നോക്കുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും, പക്ഷെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, 1-2 കുർത്ത പ്ലസ് ഈ മുണ്ടൊക്കെ അല്ലേ എടുക്കുന്നത്. പക്ഷെ അതൊരു 3-4 സീനുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇതാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തി. സോ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യില്ല എപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ എവറി സെറ്റിലും നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലാൽ സാറാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ റിലാക്സേഷന് പലപ്പോഴും ലാൽ സാറിൻ്റെ റൂമിലേക്കോ കാരമലിലേക്കൊക്കെ പോകാറുണ്ട്. ചുമ്മാ അവിടെ പോയി ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം തരുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് 5 മിനിറ്റ് തന്നെ സംസാരിക്കാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു റിലീഫുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമുക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എന്തെങ്കിലും ഫാബ്രിക്സ് പുതിയതൊക്കെ കിട്ടി പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ച് പലപ്പോഴും സിനിമയുടെ നമ്മൾ ഈ കോസ്റ്റ്യൂംസ് ഇടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു 2-3 പേര്, ഇപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ മുരളിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അദ്ദേഹമാണ് ലാൽ സാറിൻ്റെ എന്നും കോസ്റ്റ്യൂം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30-35 ഇയേഴ്സായിട്ട് അദ്ദേഹം കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ നീ കൂടെയുള്ള നല്ലതാന്ന് പറയും. മുരളിച്ചേട്ടൻ അതൊക്കെ കുറച്ച് പേടിയാണ്. ഇതെന്താ മുരളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പലപ്പോഴും അങ്ങനെ രാവിലെ എപ്പോഴും ഒരു 7 മണി 7:30 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലും. അപ്പോൾ ചിലപ്പം താടി ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മേക്കപ്പ് പരിപാടികളൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളവിടെ എവിടെയെങ്കിലും ഇരിക്കും, കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അദ്ദേഹത്തിനോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂംസൊക്കെ
നമ്മൾ ഇടിയിപ്പിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയും. അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. സോ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് എനിക്ക് അവിടെ. അത് ഒരു ദിവസം ഉണ്ടായതല്ല, അത് ഗ്രാജുവലി പതുക്കെ പതുക്കെ ഉണ്ടായി വന്നതാണ്. ഒത്തിരി കാലമായില്ലേ? ഈ വിവേക് ഒബ്രോയ് ഈ ലൂസിഫറിന്റെ സമയത്ത് കുറച്ച് അൺകംഫർട്ടായി പുള്ളിയുടെ സൂട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് പുറത്തുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്ന് മാനേജ് ചെയ്യേണ്ട അവസ്ഥ വന്നോ? നമ്മൾ ഒരു ഇന്ത്യൻ ആക്ടേഴ്സിനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇൻഹിബിഷൻസ് മോസ്റ്റ്ലി ഔട്ട്സൈഡ് ആക്ടേഴ്സിന് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ അവനെ ഒരിക്കലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ മെജോറിറ്റി ഓഫ് പീപ്പിൾ അവർ അതിനൊരു ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അവർ ഒരു സെറ്റിലേക്ക് വരുന്നതും ഇന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു മെഡിറ്റേഷൻ്റെ രീതിയിലേക്കാണ് കാണുന്നത്. രാവിലെ വരുന്നു, ആ സമയത്ത് അവർ ഫോണിലിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനൊന്നുമല്ല. അവർ നേരെ അവർ വരുന്നു, ഒരു കോഫിയൊക്കെ കുടിച്ച് അവർ കാരവനിൽ കയറിയിരുന്ന് അവർ റിലാക്സ് ആവുന്നു. ദേ വെയിറ്റ് ഫോർ യു. നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വിഷ് ചെയ്യുകയും അതുപോലെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഭയങ്കര രസകരമായി ചോദിച്ചറിയുകയും ആ സീനിന് നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ എന്താണോ അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കംഫർട്ടബിൾ ആക്കുകയും അതിൽ കൂടെ അവർ കുറച്ച് കംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് അവർക്ക്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ പരിചയപ്പെട്ടു. എസ്പെഷ്യലി ജെറോം എന്ന് പറഞ്ഞൊരു ആക്ടർ നമ്മളിപ്പം ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പം ഈ ക്യാരക്ടേഴ്സ് പുറത്തുവിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം 6 or 7 പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഡ്യൂറിങ് 2007-8 ആ സമയത്ത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് തേടി വന്നതാണ്. അതായത് അയാൾ ആക്ടറാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. കുറേ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ എവിടെയോ എന്തോ മിസ് ചെയ്യുന്നു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇതല്ല വേറെ എന്തോ ബാക്കിയുണ്ടെന്നൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ തോന്നലുകളൊക്കെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ഇപ്പോൾ UP വരികയും ബോധ്ഗയയിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഒരു ഓൾമോസ്റ്റ് നെക്സ്റ്റ് 6 or 7 years അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഇന്ത്യയായിട്ട് കണക്ഷനുള്ള ഒരാളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം നമ്മൾ ഈ കോസ്റ്റ്യൂം ട്രയലിന് വേണ്ടിയിട്ട് ഞങ്ങൾ 11 പേരാണ് പോകുന്നത്. അത് UK അപ്പോൾ 11 പേര് നമ്മൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോയത് എന്താ സംഭവം. അപ്പോൾ ജനറലി ഈ ആക്ടേഴ്സൊന്നും അവരൊരു കോഡ് വെച്ചിട്ട് അവരൊരിക്കലും അവരുടെ കോസ്റ്റ്യൂം ഫിറ്റിംഗ് ഒന്നും അവരുടെ റൂമിൽ ചെയ്യില്ല. അവരുടെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് ആൻഡ് ടൈം വേണം അവർക്ക്. ആ സ്ഥലത്ത് മാത്രമേ അവർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ സിനിമയുടെ റെസ്ട്രിക്ഷൻസോ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. പക്ഷെ അതിനെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റി. ഈ ടുക്ക് ഇറ്റ് വെരി വെൽ. അപ്പം അങ്ങനെ ചോദിച്ചറിയുകയും അതിലുള്ള ആൾട്രേഷൻസ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഇപ്പം അവിടുത്തെ മോസ്റ്റ്ലി അവിടുത്തെ രീതികളാണല്ലോ ആ തുണികൾക്കൊക്കെ. അപ്പം അതിൽ നമ്മൾ കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നമുക്ക് നല്ല ഉത്തരങ്ങൾ പറയാൻ സാധിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും നമ്മൾ ഒരു ബോധവാനാക്കുകയും അങ്ങനെ നമ്മൾ അതിനെ വീണ്ടും ഒരു സെക്കൻഡ് റൗണ്ട് വീണ്ടും ചെയ്യുകയും. സോ എഗെയിൻ നമ്മുടെ മേക്കപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങനെയുള്ള മേക്കപ്പോ കാര്യങ്ങളൊക്കെ വെച്ചാൽ യൂഷ്വൽ മേക്കപ്പ്. പക്ഷെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ അത്രയും ടൈം ടേക്കിംഗ് അല്ല. അവർ അത്ഭുതപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യക്കാരുടെ മൾട്ടി ടാസ്കിങ് നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഒരാൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സെറ്റിൽ പോലും. പക്ഷേ ദേ തിങ്ക് ദാറ്റ് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇത് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു വൈഫൈ കണക്ഷൻ പോലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വന്ന് ശരിയാക്കാൻ വേണ്ടി 10 ദിവസം സമയം എടുക്കും. ആ 10 ദിവസം വരെ നമുക്ക് വൈഫൈ ഇല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് അവരുടെ രീതി അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഫാസ്റ്റാണ്, നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവാണ്. അവരെല്ലാത്തിനും അങ്ങനെ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കണ്ടത്. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഇദ്ദേഹം ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആൾ ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേറെ അതെ ബിക്കോസ് അങ്ങനെ ആളെ നമുക്ക് കാണാൻ കിട്ടുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സിനിമയെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ പോയിട്ട് അങ്ങനത്തെ ഒരാളെ നമ്മൾ അഫോർഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കേണ്ടായി, നമ്മുടെ ഒരു ഫാമിലി എന്ത് തള്ളലാണല്ലേ തള്ളുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലത്തെ ആക്ടറെ കൊണ്ടുവന്നുണ്ട്, അത് തള്ളുന്നു. അമീർ ഖാൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചത്, ഇത് ജനറലി ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയിൽ എല്ലാ സിനിമയും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇത് നമുക്ക് എഫോർഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് നമുക്ക് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്. അത് തള്ളലല്ല, അതുള്ള കാര്യമാണ്. നാളെ ഇദ്ദേഹം സിനിമയിൽ ഇല്ലെങ്കിൽ അത് തള്ളലായിരുന്നു.
അപ്പം അങ്ങനെ കുറേ എന്താ പറയുന്ന ഒരു ഫോറിൻ ആക്ടേഴ്സൊക്കെ ഈ സിനിമയിലുണ്ട്.